ശനിയുടെ ചാരഫലം. കർക്കടകം, ചിങ്ങം, കന്നി, തുലാം എന്നീ 4 കൂറുകാർക്ക്. പുണർതം നക്ഷത്രത്തിൻ്റെ 4-ാം പാദവും പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളുമാണ് കർക്കടകൻ രാശിയിൽ ചേർന്നിരിക്കുന്നത്. കർക്കടകൻ രാശിയുടെ 8-ാം രാശിയായ കുംഭൻ രാശിയിലൂടെയാണ് ശനി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശനിയുടെ ചാരഫലത്തിൽ ഏറ്റവും ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ് അഷ്ടമശനിക്കാലം. അതായത് ജനിച്ച കൂറിൻ്റെ 8-ാമത്തെ രാശിയിലൂടെയുള്ള ശനിയുടെ സഞ്ചാരകാലം വളരെ ക്ലേശപ്രദമാണെന്നർത്ഥം. മേൽപ്പറഞ്ഞ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഇപ്പോൾ അഷ്ടമശനിക്കാലമാണ്. അഷ്ടമശനിയുടെ ദോഷാനുഭവങ്ങൾ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. ആകെ ഒരു ദൈന്യാവസ്ഥ. അത് ധനനഷ്ടം മൂലമാകാം, രോഗം മൂലമാകാം, സ്വജനങ്ങളുടെ വേർപാട് മൂലമാകാം, സ്വജനങ്ങളുടെ മരണവും കാരണമാകാം, സ്വജന വിരോധവും കാരണമാകാം. ഇങ്ങനെ ആകെയുള്ള ഒരു ദൈന്യാവസ്ഥ എന്നർത്ഥം. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം, വലിയ ധനനഷ്ടം, അത്യാപത്ത് ഇവയും ദൈന്യാവസ്ഥയ്ക്ക് കാരണമാകാം. ചിങ്ങക്കൂറിൻ്റെ ഫലം. മകം, പൂരം, ഉത്ര നക്ഷത്രത്തിൻ്റെ 1-ാം പാദം ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങൻ രാശിയിൽ ഉൾപ്പെടുന്നത്. ചിങ്ങൻ രാശിയിൽ ജനിച്ചവർക്ക്, അതായത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അതിൻ്റെ 7-ാം രാശിയായ കുംഭൻ രാശിയിലൂടെയാണ് ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ചിങ്ങൻ രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടക ശനിക്കാലമാണ്. അതായത് ചിങ്ങൻ രാശിയുടെ കേന്ദ്രസ്ഥാനമായ കുംഭൻ രാശിയിലൂടെയാണ്, അതായത് 7-ാം ഭാവമായ കുംഭൻ രാശിയിലൂടെയാണ് ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കണ്ടക ശനിക്കാലമാണ്. അഷ്ടമശനി പോലെ കടുത്ത ദോഷങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിലും കണ്ടക ശനിക്കാലവും ദോഷഫലം അനുഭവപ്പെടുന്ന കാലമാണ്. 7-ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ദൂരയാത്രയും സ്വജനങ്ങളിൽ നിന്ന് വേർപെട്ട് താമസിക്കുന്ന ക്ലേശങ്ങളും അനുഭവപ്പെടാനാണ് സാധ്യത. കന്യക്കൂറിൽ ജനിച്ചവരുടെ ഫലം. ഉത്രം നക്ഷത്രത്തിൻ്റെ 2ഉം 3ഉം 4ഉം പാദങ്ങളും, അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങളും ചേരുന്നതാണ് കന്യക്കൂറ്. ഈ നാളുകളിൽ ജനിച്ചവർക്ക് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് 6-ാം രാശിയിലൂടെയാണ്, 6-ാം ഭാവത്തിലൂടെയാണെന്നർത്ഥം. ജന്മക്കൂറിൻ്റെ 6-ാം രാശി ശനിയുടെ ഗോചരസ്ഥാനമാണ്. അതായത് ഗോചരസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശനി ഗുണഫലങ്ങളാണ് നൽകേണ്ടത്. എന്നാൽ 6-ാം രാശിയുടെ വേധസ്ഥാനമാണ് 9-ാം രാശി. കന്നിരാശിയുടെ 9-ാം രാശി ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയിലൂടെയാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യാഴത്താൽ ശനി വേധിക്കപ്പെടുന്നതുകൊണ്ട് കന്യക്കൂറുകാർക്ക് 6-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള ഗുണഫലം നൽകുന്നില്ല, ദോഷഫലമാണ് നൽകുന്നത്. ശനി 9-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള ദോഷഫലമാണ് അവർക്ക് അനുഭവപ്പെടുക. തുലാം രാശിക്കൂറുകാരുടെ ഫലം. ചിത്തിര നക്ഷത്രത്തിൻ്റെ 3ഉം 4ഉം പാദങ്ങളും, ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രത്തിൻ്റെ 1ഉം 2ഉം 3ഉം പാദങ്ങളുമാണ് തുലാം രാശിയിൽ ചേർന്നിരിക്കുന്നത്. ഈ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ജന്മക്കൂറിൻ്റെ 5-ാം ഭാവമായ കുംഭൻ രാശിയിലൂടെയാണ് ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 5-ാം ഭാവം ജന്മക്കൂറിൻ്റെ 11-ാം ഭാവമായ ചിങ്ങൻ രാശിയുടെ വേധസ്ഥാനമാണ്. വേധസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ശനി ദോഷഫലങ്ങളാണ് നൽകേണ്ടത്. ഗോചരസ്ഥാനമായ 11-ാം ഭാവത്തിലൂടെ, അതായത് ചിങ്ങൻ രാശിയിലൂടെ ഏതെങ്കിലും ഒരു ഗ്രഹം, സൂര്യൻ ഒഴികെയുള്ള ഗ്രഹം സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ വേധസ്ഥാനത്തെ ദോഷഫലം അനുഭവപ്പെടുന്നതല്ല. ഇതാണ് വിപരീത വേധഫലം. എന്നാൽ ഇവിടെ ചിങ്ങൻ രാശിയിലൂടെ ഇപ്പോൾ ഒരു ഗ്രഹവും സഞ്ചരിക്കുന്നില്ല. അതുകൊണ്ട് വേധസ്ഥാനത്തെ ദോഷഫലം അനുഭവപ്പെടുക തന്നെയാണ് ചെയ്യേണ്ടത്. 5-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ശനി പുത്രക്ലേശം, പുത്രന്മാരിൽ നിന്ന് അകന്ന് താമസിക്കുക, അതുമൂലമുള്ള ദുഃഖങ്ങൾ, മനക്ലേശം ഇവയാണ് അനുഭവപ്പെടുന്ന ദോഷഫലങ്ങൾ. തുലാം രാശിക്കാർക്ക് ഇത്തരം അനുഭവങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കേണ്ടതായി വരുന്നത്. ഈ പറഞ്ഞ ഫലങ്ങൾ ഓരോരുത്തരുടെയും ദേശം, കാലം, അവസ്ഥ, പ്രായം ഇവയെല്ലാം അടിസ്ഥാനപ്പെടുത്തി വേണം യോജിപ്പിച്ച് ചിന്തിക്കേണ്ടത്. പുത്രന്മാരില്ലാത്തവർക്ക് പുത്രതുല്യരായ ആളുകളിൽ നിന്നുള്ള ദുഃഖമോ, പുത്രന്മാരെ ഉണ്ടാകാത്തതിൻ്റെ ദുഃഖമോ ഇങ്ങനെ മനക്ലേശത്തിന് കാരണമാകാം. അതായത് ശനിയുടെ സഞ്ചാരം കൊണ്ട് അനുഭവപ്പെടുന്ന
ഗുണദോഷ ഫലങ്ങൾ ഇവിടെ പറഞ്ഞ എല്ലാ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഒരുപോലെയല്ല അനുഭവപ്പെടുന്നത്. ജാതകത്തിലെ ദശാകാലമനുസരിച്ചും ശനിയുടെ ഇഷ്ടാനിഷ്ട ഭാവസ്ഥിതി അനുസരിച്ചും ശനിയുടെ ബലമനുസരിച്ചും ഫലങ്ങൾക്ക് വ്യത്യാസം വരാം. ജ്യോതിശാസ്ത്രം വളരെ ആഴവും പരപ്പുമുള്ള സങ്കീർണമായൊരു ശാസ്ത്രമാണ്. വളരെ യുക്തിയുക്തമായി പറഞ്ഞാൽ മാത്രമേ ഫലത്തിന് കൃത്യത ഉണ്ടാവുകയുള്ളൂ.